ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജാണ്, UK നിന്ന്. അപ്പോൾ നമ്മളിന്നൊരു ഓവൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ സാൽമൺ എന്ന് പറഞ്ഞ ഫിഷാണ്. അപ്പോൾ നമ്മളിവിടെ ഡോക്ടർമാരൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് സാൽമൺ എന്ന് പറഞ്ഞ ഫിഷാണ്. അപ്പോൾ അത് ഒരു ഫിഷ് മൊത്തം ഞാൻ മേടിച്ചതാണ്. അത് ഇത്രയാണ് എൻ്റെ തല വെട്ടി മാറിയിട്ടുണ്ട്. എൻ്റെ തലയുടെ ബാക്കി പീസാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓവനകത്ത് വെച്ച് പൊരിച്ചെടുക്കാനാണ്. എണ്ണ ഒഴിക്കാതെ ഓവന് വെച്ച് പൊരിക്കാൻ. ഇത്ര വലിയ പീസായിട്ട് വിട്ടാൽ പോരാ. എല്ലാം വെട്ടി തേച്ച് ചെതുപ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതുണ്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു ഫിഷാണ്. നാട്ടിലുണ്ടോ എന്നറിയില്ല. സാൽമൺ എന്ന് പറയും. ഇവിടെ ഡോക്ടർമാരൊക്കെ പിള്ളേർക്കൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന് പറയുന്ന ഫിഷാണ്. വിറ്റാമിനൊക്കെ ഒമേഗ 3 ഒക്കെ ഉള്ള ഫിഷാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഫിഷിനുള്ള മസാല ഇടാണ്. അപ്പോൾ ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂണ്. ഒരു സ്പൂണ് നല്ലപോലെ നിറച്ച ഒരു സ്പൂണ്. ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു അര സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ ഐറ്റംസ് എല്ലാം അതിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ മേടിച്ചിട്ട് ഇവിടെ പൊടിക്കുന്നതാണ് കേട്ടോ. മേടിക്കുന്നതല്ല, ഇവിടെ പൊടിക്കുന്ന ഗരം മസാലയാണ്. അതൊരു ശകലം, അതൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി. പിന്നെ അതിനകത്ത് നമുക്കൊരു സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് മസാല നല്ലപോലെ അതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു നാരങ്ങയുടെ ഒരു 4ആയിട്ട് മുറിച്ചതിൻ്റെ ഒരു ഭാഗം അതൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഇത്ര ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മസാല അതിൽ തേച്ച് പിടിപ്പിക്കണം. മീൻ നമ്മൾ കഴുകി നല്ലപോലെ മസാല വരട്ടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മസാല നമുക്ക് അതിൽ പരട്ടി കൊടുക്കാം. ഓക്കെ, നമ്മൾ മസാല എല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിവിടെ ഇരിക്കട്ടെ. അതിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വേറെ ഓവൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, ഒരു 2-3 സവോള, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്ക, ഒരു 2 തക്കാളി അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിനി ഓവനിലോട്ട് വെക്കാനുള്ള ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കിച്ചൺ ഫോയിൽ വെച്ചിട്ട് നമ്മൾ ഓവന് വെക്കാൻ പോകണം.
അപ്പോൾ ഇനി നമ്മളിത് ഫോയിലിൽ നിന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ഫിഷായിട്ട് എടുത്ത് വെക്കുകയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഫിഷ് എല്ലാം എടുത്ത് ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ആ വെജിറ്റബിളും കൂടെ നമ്മളിതിൻ്റെ കൂടെ വെക്കുകയാണ്. അത് വെജിറ്റബിളിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും ശകലം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ ക്യാപ്സിക്കം എല്ലാം കൂടെ വെച്ചിട്ട് അതും കൂടെ ഓവനിൽ വെച്ച് ഇങ്ങ് എടുക്കുവാണ്. അപ്പോൾ അത് വേറെ ട്രൈക്കകത്ത് വെക്കുക. രണ്ടും കൂടെ ഒന്നിച്ചായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതാകുമ്പം ഇതും നല്ല ഫ്രൈ ആയി വരും. അപ്പോൾ ഇത് ഫിഷും ഇതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. ഓക്കെ, ഇനി ഓവനിൽ വെക്കുന്നത് കാണിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഓവനിൽ കയറ്റാൻ പോവാണ്. വെജിറ്റബിൾ ഓവനിൽ കെട്ടാൻ പോവാണ്. ഓക്കെ, അടച്ച് ഇനിയിപ്പോൾ നമ്മൾ ഓണാക്കാൻ പോകണം. സ്വിച്ച് ഓണാക്കി അടച്ച് ഓവൻ ഓണാക്കാൻ പോവാണ്. ഇത് കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ ഓൺ നമ്മളൊരു ഇത്രയല്ല വെക്കണം. ഇത് എത്ര വന്നേക്കുന്നത്? ഇത് വെക്കാം അല്ലേ? വെള്ളം താഴെ ഉണ്ടല്ലോ. ഇത് വെക്കണം, മാക്സിമം വെക്കണം. അതൊക്കെ നമ്മളൊരു 200 വെച്ചിട്ടുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടുണ്ട് ഓവനാണ്ട് ഇപ്പം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോൾ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫിഷൊക്കെ നല്ല മോരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ട് എണ്ണയൊന്നും ഇല്ലാതെ ഒഴിച്ചുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ സലാഡ് വെച്ചിരുന്നതെല്ലാം അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ശകലം കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മുടെ 2 ടേസ്റ്റ് ബഡ്സ് ഇവിടെ ഉണ്ട്, അവരെ കൊടുത്ത് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ കാണി. അപ്പം മാളുവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സലാഡുകൾ പൊട്ടി തിന്ന അതാദ്യം തന്നെ. It's good. എല്ലാവരും ഇഷ്ടമാണ് ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, and ഫോളോ ചെയ്യണം. Thank you.